अभी एक फैशन हो गया है आम्बेडकर 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 आम्बेडकर। इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता। അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ, യഥാർത്ഥ അടിയന്തരാവസ്ഥ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനാ ഭേദഗതി, മനുവാദം, ഒറ്റ തെരഞ്ഞെടുപ്പ് തുടങ്ങി ഭരണഘടനയെക്കുറിച്ചുള്ള നിരന്തര ചർച്ചകൾ ഇരുസഭകളിലും ചൂടുപിടിക്കുന്നു എന്ന അപൂർവതയാണ് കുറച്ചുനാളായി പാർലമെന്റിൽ കാണുന്നത്. ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ട ഘട്ടത്തിൽ അമിത്ഷാ നടത്തിയ പരാമർശം ഭരണഘടനാ ശില്പി BR അംബേദ്കറിനെതിരായ അധിക്ഷേപമാണെന്ന് പറഞ്ഞ് പാർലമെന്റിലാകെ വീണ്ടും ജയ് ഭീം മുഴക്കുകയാണ് പ്രതിപക്ഷം. ഭരണഘടനയുടെ യഥാർത്ഥ സംരക്ഷകരാർന്ന തരത്തിൽ ഈ ആഴ്ച തുടങ്ങിയ ചർച്ച ഇന്നാകുമ്പോൾ അംബേദ്കറെ ചരിത്രത്തിൽ അധിക്ഷേപിച്ചതാര്, ഹൈജാക്ക് ചെയ്തതാര്, ഉൾക്കൊണ്ടതാരെന്ന തരത്തിലാകുന്നു. NDAയും ഇന്ത്യയും തമ്മിൽ അമിത്ഷായുടെ പരാമർശത്തിൽ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടൽ തുടരുകയാണ്. രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിനിടെയാണ് ആഭ്യന്തരമന്ത്രി നടത്തിയ പരാമർശം വിവാദമായത്. അംബേദ്കർ 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 ഇതിപ്പോൾ ഒരു ഫാഷൻ ആയിരിക്കുകയാണ്. ഇത്രയും തവണ ഭഗവാനെ വിളിച്ചിരുന്നെങ്കിൽ 7 ജന്മത്തിലും സ്വർഗം ലഭിച്ചേനെ. അംബേദ്കറുടെ പേര് കോൺഗ്രസ് ആവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹത്തോടുള്ള അവരുടെ യഥാർത്ഥ താല്പര്യം എന്താണെന്ന് കൂടി ഉറക്കെ പറയണം. ഇന്ത്യൻ ഭരണഘടനയെ 75 വർഷത്തെ മഹത്തായ യാത്ര എന്ന ചർച്ചയ്ക്കിടെയായിരുന്നു ഷായുടെ പരാമർശം. मान्यवर अभी एक फैशन हो गया है आम्बेडकर 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 आम्बेडकर। इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता। अच्छी बात है ना सुनिए ना. അമിത്ഷായുടെ പരാമർശങ്ങൾ ഭരണഘടനാ ശില്പിയും ദളിത് അവകാശ സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളുമായ അംബേദ്കറെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് ആരോപണം. കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചാണ് അമിത്ഷാ പരാമർശം നടത്തിയതെങ്കിലും അംബേദ്കറിന്റെ പേരും ആശയങ്ങളും ജയ് ഭീം വിളിയും ഉറക്കെ മുഴങ്ങേണ്ട ചരിത്രഘട്ടത്തിൽ അംബേദ്കർ വിളികൾ റദ്ദു ചെയ്യാനുള്ള ശ്രമമാണ് ആ വാക്കുകൾ എന്ന് വിമർശനമുയരുകയാണ്. അമിത്ഷായുടെ പ്രതികരണത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ അതിരൂക്ഷ വിമർശനമുയർത്തി. മനുസ്മൃതിയിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും അംബേദ്കറുമായി പ്രശ്നമുണ്ടാകുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. ലോക്സഭയിൽ അംബേദ്കർ ചിത്രവുമായി എത്തിയ പ്രതിപക്ഷാംഗങ്ങൾ ജയ് ഭീം മുദ്രാവാക്യം മുഴക്കി. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പിരിഞ്ഞു. അംബേദ്കറിനെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശം അംബേദ്കറിനെ അപമാനിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്നതും രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അപമാനിക്കുന്നതാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. പരാമർശം പിൻവലിച്ച് ആഭ്യന്തരമന്ത്രി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിലും അംഗീകരിച്ചില്ല. പരാമർശം പുറത്തുവന്നതോടുകൂടി എക്കാലവും BJP അംബേദ്കറിനെതിരാണെന്ന് വ്യക്തമാവുകയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP കൂട്ടിച്ചേർത്തു. അംബേദ്കറെ ദൈവതുല്യനായാണ് രാജ്യം കാണുന്നതെന്നും അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്ത ഭരണഘടനയെ വിശുദ്ധ പുസ്തകമായാണ് കാണുന്നതെന്നും KC വേണുഗോപാൽ MP എക്സിൽ കുറിച്ചു. BJPക്ക് അംബേദ്കറോടുള്ള വെറുപ്പ് അറിയാമായിരുന്നെങ്കിലും അമിത്ഷായുടെ വാക്കുകളിലൂടെ അത് വെളിപ്പെട്ടെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ആത്മാഭിമാനം നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ ജീവിതം മാറ്റിയെഴുതിയ ഒരു മഹാനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണമെന്ന് കോൺഗ്രസ് MP പ്രിയങ്ക ചതുർവേദിയും എക്സിലൂടെ പ്രതികരിച്ചു. തങ്ങളല്ല, കോൺഗ്രസ് ആണ് കാലങ്ങളായി അംബേദ്കറിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മറുപടി. അംബേദ്കറിനെ തെരഞ്ഞെടുപ്പിൽ 2 തവണ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരാണ് കോൺഗ്രസുകാർ. ഭാരതരത്ന പോലും അംബേദ്കറിന് നൽകിയിട്ടില്ല. അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് നരേന്ദ്രമോദി സർക്കാരാണെന്നും അദ്ദേഹം തിരിച്ചടിച്ചു. ജനലക്ഷങ്ങളുടെ തലവര മാറ്റിയെഴുതിയ രാജ്യത്തെ ഏറ്റവും മഹാനായ ബുദ്ധിജീവിയും ദളിത് ഐക്കണുമായ അംബേദ്കറിന്റെ പൈതൃകത്തെ കവരാൻ ശ്രമിക്കുന്നതാരെന്ന ചോദ്യമാണ് പാർലമെന്റിലെ ഇന്നത്തെ ചർച്ചകൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. സവർണ മൂല്യങ്ങളിലൂന്നിയ ഭരണം നടത്തുന്ന BJPക്കാർ മനുവാദികളാണെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. ഭരണഘടനയല്ല, പകരം മനുസ്മൃതിയാണ് BJPയും RSSും ബഹുമാനിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. മനുസ്മൃതി പരസ്യമായി കത്തിച്ച അംബേദ്കറിന്റെ പാരമ്പര്യം അവർക്ക് അവകാശപ്പെടാനാകില്ലെന്നാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് തങ്ങളെന്ന് തെളിയിക്കാൻ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രസംഗിച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ചില തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അംബേദ്കറിനെ ഹൈജാക്ക് ചെയ്യാൻ BJP ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസ് വാദം. എന്നാൽ അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ ഭേദഗതി കൊണ്ടുവന്നത് കോൺഗ്രസ് എന്ന് BJP വാദിക്കുന്നു. ഭരണഘടനയെ കുടുംബ സ്വത്തെന്ന പോലെ ഉപയോഗിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചെന്നും സ്വന്തം കസേര സംരക്ഷിക്കാൻ ഭരണഘടനയെ കോൺഗ്രസ് ദുരുപയോഗം ചെയ്തതിന്റെ തെളിവാണ് അടിയന്തരാവസ്ഥയെന്നും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചിരുന്നു. ഭരണഘടനയെയും അംബേദ്കറിനെയും ചൊല്ലിയുള്ള പുതിയ ചർച്ചകൾക്ക് അമിത്ഷായുടെ പരാമർശങ്ങൾ വീണ്ടും വഴിമരുന്നിട്ടിരിക്കുകയാണ്.